കളഞ്ഞിട്ടുണ്ടോ? ശ്രീ എം അതോടൊപ്പം അതുകൊണ്ടായില്ലല്ലോ ശ്രീ ജയചന്ദ്രൻ, അതുകൊണ്ടായില്ലല്ലോ. മതനിരപേക്ഷ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ് നേതാക്കൾ. ലീഗിനെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ, മുസ്ലിം സമുദായത്തെ അല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. പഠിക്കാറായില്ലേ? CPI ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടും പഠിക്കാറായില്ലേ? വരാം, താങ്കളേക്ക് വരാം ജയേന്ദ്രൻ. ഈ പ്രശ്നം ഇത് എന്നോടാണോ ചോദ്യം മഞ്ജുഷേ? അതെ അതെ, ഈ പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ വെക്കാനുള്ള ഒരു സജഷൻ. കാരണം വളരെ ബോധപൂർവമായി തന്നെ ആണ് വെള്ളാപ്പള്ളി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഇപ്പോ ഗോകുമാർ സാർക്ക് വരാൻ പോകുന്ന ഇലക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അത്യന്തം നിർണായകമായേക്കാവുന്ന ഒരു സാമൂഹിക സമസ്യയെ മുമ്പോട്ടിടാനുള്ള വെള്ളാപ്പള്ളിയുടെ തീവ്രമായ പരിശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ രണ്ടാഴ്ച മുമ്പോ തുടങ്ങിയൊന്നും അല്ല. അതിന് തുടക്കമിട്ട് കൊടുത്തത് സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് പശ്ചാത്തലം? ഇപ്പോ കഴിഞ്ഞ വർഷം 2025 ഏപ്രിലാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ചുങ്കത്തറയിൽ വിവാദ പ്രസ്താവന ഉണ്ടാകുന്ന വെള്ളാപ്പള്ളിയുടെ ആണല്ലോ, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും. അതിന്റെ പശ്ചാത്തലമുണ്ട്. ആ പറയുന്നതിന് എന്താണെന്നറിയാമോ? അതിനെ നമ്മൾ ബന്ധിപ്പിച്ച് കാണേണ്ടത് 5ാം മന്ത്രി വിവാദവുമായിട്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ പറയാൻ കാരണം 5ാം മന്ത്രി വിവാദം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആണല്ലോ. 5ാം മന്ത്രി സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് 1ാം പിണറായി സർക്കാർ വരുന്നു. 1ാം പിണറായി സർക്കാർ വരുമ്പോ അന്ന് ലീഗ് MLA ആയിരുന്ന KN ഖാദർ 2019 ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രമേയത്തിൽ അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ വിസ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കണക്കുകളും ഒക്കെ നിരത്തി മലപ്പുറത്തിന് തിരൂർ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല അനുവദിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരനാണ്. അദ്ദേഹം രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്, സംസ്ഥാനത്ത് പുതിയ ജില്ല അനുവദിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല, അത്തരം തീരുമാനവുമില്ല. വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നിലപാട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയുടെ വികസനപരമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് സർക്കാർ കാണുന്നത് എന്ന് പറഞ്ഞു. അത് ഒരു ഘട്ടം. അതിനുശേഷം ഈ 2ാം പിണറായി സർക്കാരിൽ കഴിഞ്ഞ വർഷം ലീഗിന്റെ മറ്റൊരു MLA ആയ കുറുക്കോളി മൊയ്തീൻ സഭയിൽ ഇതേ വിഷയം ഉന്നയിക്കുന്നു. അദ്ദേഹം സ്വതക്ഷണിക്കൽ പ്രമേയം ഒന്നും കൊണ്ടുവന്നില്ല. അദ്ദേഹം ചർച്ചയിൽ പറയുകയാണ് മലപ്പുറത്തിന് പുതിയൊരു ജില്ല വേണം. അതിന് അദ്ദേഹം പറയുന്ന കാരണം 47 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു ജനസംഖ്യ. അപ്പോ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വികസന ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ജില്ലയുടെ ഒരു പ്രദേശത്തു നിന്ന് ജില്ലാ കേന്ദ്രത്തിലേക്ക് ചില മേഖലകളിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ജില്ല അനിവാര്യമാണ്. അതിനും യാതൊരു പരിഗണനയും കിട്ടിയില്ല. പക്ഷെ ഇത് രണ്ടും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഇതാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ ഈ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ കാണുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നെ ഏറ്റവും കൂടുതൽ മറുപടി പറയാൻ ബാധ്യസ്ഥമാക്കിയേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസം. അതാണ് അതിനെ സാമൂഹ്യ ഘടകം എന്ന് തന്നെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതാവും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിൽ UDF-ന്റെ ഭാഗ്യമാണല്ലോ. ഒരു കാരണവശാലും അല്ല എന്ന് മാത്രമല്ല, UDF-ന് വലിയ തലവേദനയായ തരത്തിലേക്ക് ഈ ഇഷ്യൂ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് തന്നെ കാണാൻ കഴിയും. പക്ഷേ അത് UDF ഉണ്ടാക്കുന്ന തലവേദന ചെറുതായിരിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു വാദഗതിയെ പിൻപറ്റുന്നവരല്ല ലീഗ് ഒഴികെയുള്ള UDF നേതാക്കൾ ആരും തന്നെ.
രഹസ്യമായി ചില കോൺഗ്രസ് നേതാക്കൾ, ഞാൻ സംസാരിച്ചിട്ടുള്ള നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും അല്ലേ എന്നുള്ള പോലെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം കോൺഗ്രസിലെ സീസൺഡ് പൊളിറ്റീഷ്യൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് യോജിക്കുന്നില്ല. ഇത് അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായി അവർ കാണുന്നത്, ഇപ്പൊ തന്നെ ലീഗിന്റെ കോട്ടയാണ് മലപ്പുറം ജില്ല. 16-ൽ എത്രയാണ് സ്വാധീന ശക്തിയുള്ളത്? അത് 4 മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടി ഇപ്പൊ മൊത്തം 16 മണ്ഡലവുമായി ഈ വർഷം കഴിഞ്ഞപ്പോഴേക്ക് സ്വാധീനം എന്നുള്ള നിലയിൽ എത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോ അവിടെ തന്നെ ആ ജില്ലയിൽ തന്നെ ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ പേരിൽ പുതിയൊരു ജില്ലയോട് അനുവദിച്ചാൽ ലീഗിന് മാത്രം സ്വാധീന ശക്തിയുള്ള 2 ജില്ലകൾ വടക്കൻ മേഖലയിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായക പ്രശ്നമായി രാഷ്ട്രീയ നേതാക്കൾ, ഞാനീ പറഞ്ഞതുപോലെ സീസൺഡ് പൊളിറ്റീഷ്യൻസ്, എല്ലാ മുന്നണികളിലും പെട്ട ആൾക്കാർ കാണുക അങ്ങനെയാണ്. അത് ചെറിയൊരു കാഴ്ചപ്പാടല്ല മഞ്ജുഷ, അത്ര വീക്ഷണം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി അങ്ങനെ നമ്മൾ വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് ഈയിടെ ഇതിനോട് അനുകൂലകമായി ചേർത്ത് വെക്കാവുന്ന മറ്റു സംഗതിയാണ്. അതായത് 3 ആഴ്ചയും അദ്ദേഹം ആലപ്പുഴയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. BDJS-ൽ 2 തരം അഭിപ്രായങ്ങൾ സജീവമായി തുറന്നു വരുന്നുണ്ട്. ഒന്ന്, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവർ, എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നേറ്റം നിൽക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവർ. മറ്റൊന്ന്, അങ്ങനെയല്ല, പിന്നെ LDF-ലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ. ഇത് പറയുന്നവരാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. മറ്റേതെങ്കിലും മുന്നണിയിലേക്ക് പോകണമെന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത്. LDF-ലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ ഏത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അതെ, BDJS നേതൃത്വം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ സ്പഷ്ടമാണ് പിന്നെ കാര്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ. താങ്കൾ പറയുന്നത് തലവേദനയായി മാറുന്നത് UDF-നാണെന്നാണ് അല്ലെ? അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്. യോജിക്കുന്നുണ്ടോ? അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ കാര്യത്തിനോട്? ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പൂർണ്ണമായും പഠിച്ചിട്ടുള്ളവർ കേരളത്തിൽ അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പമെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ പിണറായി വിജയനാണ് എന്നുള്ളതാണ്. കാരണം 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കാലം മുതൽ കേരളത്തിലെ ഈഴവ വിഭാഗത്തിന് ഒരു പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രിയായി എന്നതിനാൽ BJPയോടൊരു അനുഭാവം വരികയുണ്ടായി. അതിൻ്റെ പ്രതിഫലനം പിന്നീട് വന്ന ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുകയുണ്ടായി. അത് നിയമസഭയിൽ താമര വിരിയുന്നതായാലും, നഗരസഭയിൽ പാലക്കാട് ചെയർമാൻ ഉണ്ടാകുന്നതായാലും, ലോക്സഭയിൽ സുരേഷ് ഗോപി പോകുന്നതായാലും, പിന്നീട് ഇപ്പം തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞ് ഒരു മേയർ ഉണ്ടായതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാറ്റം ഭയങ്കരമായ ഒരു ഒഴുക്ക് പോലെയുണ്ട്. ഈ ഒഴുക്ക് മുന്നോട്ട് പോയാൽ തൻ്റെ പാർട്ടിയുടെയും തൻ്റെയും നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടിലാകുമെന്ന് പിണറായി വിജയന് പൂർണ്ണമായും ബോധ്യമുണ്ട്. ആ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കൂടെ പൂർണ്ണമായി പിണക്കി BDJS-നെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടെ NDAയുടെ കൂടെ പൂർണ്ണമായും വിട്ടുകൊടുത്താൽ ഒരു പക്ഷേ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് CPM എന്ന ഹിന്ദു പാർട്ടിക്കായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം അറിയാം. മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് ഇന്ന് CPM-ന് അധികം കിട്ടാനുള്ള സാധ്യത ഇല്ല. ആ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറമായിട്ട് ഒരു ഹിന്ദു വോട്ടുകളും ഇപ്പോൾ ആദ്യം നായർ മുതൽ നായാടി വരെ എന്ന് പറഞ്ഞിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നായർ മുതൽ നസ്രാണി വരെ എന്നും പറയുന്നുണ്ട്.